കോടതിയെ സമീപിച്ചാൽ കോടതി ഉത്തരവിടുമല്ല. നിങ്ങൾ എറണാകുളം ആദ്യം രജിസ്റ്റർ ചെയ്തത് ഒരു എറണാകുളം തൃശ്ശൂരിൽ വേറെ ഇവർ അത് സെയിം. അത് വേറെ സാറേ, എറണാകുളത്ത് വേറെ ആക്റ്റാണ്. അത് ട്രാവൻകൂർ ആക്ട് 1955 ട്രാവൻകൂർ ആക്ട് പ്രകാരമാണ് തെക്കൻ ജില്ലകളിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ വടക്കൻ ജില്ലകളിൽ 1960 സൊസൈറ്റി ആക്ട് 21 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം. ഒരു 10-14 വർഷമുണ്ട്. 2015 ചെയ്തില്ല. എന്നിട്ട് കുറേ പൈസയാവും. അതായത് ഒരു കൊല്ലത്തേക്ക് ഇപ്പോൾ 500 രൂപ തോതിൽ ഫൈനാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 10-14 കൊല്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രാവിലെ 5000 പ്ലസ് 7,500 അത്രയും ഇവിടെ ഇതടക്കണം. പിന്നെ ഈ ഞാൻ പറഞ്ഞ ഈ അഫിഡവിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ പട്ടികയെല്ലാം കൊണ്ടു കൊടുത്താൽ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇതുമായിട്ട് സൊസൈറ്റിയായി മറ്റേതുമായിട്ട് പരാതിയോ അല്ലെങ്കിൽ തർക്കമോ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുക. അതാണ് എളുപ്പം. അങ്ങനെ തീർത്തിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അവർ വന്നില്ല, നിങ്ങൾ ഇത് കൊണ്ടുവന്ന് പുതുക്കി നമുക്ക് റിജക്ട് ചെയ്യാനാവില്ല. നിങ്ങളതിനെന്താ പ്രശ്നം വരിക? ഒരു പ്രശ്നം വരില്ല. കഴിഞ്ഞാൽ അതാ പറഞ്ഞത്, അവരവരുടെ രീതിയിൽ പ്രവർത്തിച്ചോട്ടെ. പക്ഷെ ഒരേ പ്രവർത്തന പരിധിയിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമോ പ്രശ്നങ്ങളോ വരുമ്പോഴാണ് ഇത് വരുന്നത്. കോടതിയെ സമീപിക്കേണ്ടിയിരുന്നു. കോടതിയെ സമീപിച്ചിട്ട് നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യിപ്പിക്കാം. റദ്ദ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് കിട്ടിയാൽ ഇവിടുന്ന് സാറ് ക്യാൻസൽ ചെയ്യും. അല്ലെ സാറിന് ക്യാൻസൽ ചെയ്യാനുള്ള വിളിച്ചോണ്ടായിരുന്നു.